പല്ലാവൂർ പടിപ്പരയിൽ ആഘോഷം ഇല്ലാത്തോണ്ട് ശ്രീകണ്ഠ പൊതുവാളിന്റെ ഷഷ്ടിപൂർത്തി ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് ആഘോഷിച്ചു. ചേടാ വിരോധമുണ്ടോ? എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ? വേണ്ട, ഉപദേശിക്കണമെന്നില്ല. ശങ്കര പൊതുവാളിന് വിവരണ്ട്. എന്റെ അമ്മായിയപ്പനായതിനു ശേഷം എനിക്ക് ലജ്ജ തോന്നുന്നു മുമ്പിൽ നിൽക്കാൻ. അയ്യോ ഉടുമുണ്ടല്ലേ കളി എന്റെ ദേഹത്ത് ഉണ്ടല്ലോ. ഓ, ഈ കാണുന്ന പാടത്തോടും പഠിപ്പിലേക്കൊക്കെ മേലെ ഒരു ഈശ്വരനുണ്ടെന്ന് മറക്കണ്ട. കർമ്മഫലം അനുഭവിക്കാണ്ടിരിക്കില്ലേ നീ? ഓ മോനെ, അവിടെ ആരും ഇല്ലേ? അവിടെ ആരും ഇല്ലെന്ന് പൂർത്തിയാകുന്ന കാര്യം മറന്നല്ലോ. എന്റെ അപ്പോവേ, ഇതെന്താ പറ്റിയത്? എവിടെയെങ്കിലും വീണോ നീ? ഇതൊന്നും പറ്റിയിട്ടില്ല. നാരണു അപ്പോ ഇന്നെങ്കിലും നിനക്കിതൊന്നും ഒഴിവാക്കാറുന്നില്ലേ? അച്ഛനോട് സമ്മതിച്ചല്ലേ ഉണ്ണാൻ വരാന്ന്? ഞാൻ പക്ഷെ വഴിയിൽ വിട്ടുപോയി. അറിയോ നിനക്ക്? വസുന്ധരയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിരുന്നു, കാത്തിരുന്നു ഇത്ര നേരം. വിശിഷ്ടാതിഥികളെ പാടത്ത് വെച്ച് ഞാൻ കണ്ടു. എന്നെ കുറെ ഉപദേശിച്ചു, ശപിച്ചു. ഉളുപ്പും മാനവും ഉള്ളവർക്കല്ലേ ഉപദേശവും ശാപവും ഒക്കെ ഏൽക്കൂ. ക്ഷമിക്കണം എന്നോട്. മോഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഒരുപിടി വറ്റുവാരും ഉണ്ടണമെന്ന്. ഈശ്വരന്മാര് സമ്മതിച്ചില്ല. ഇത് സ്വീകരിക്കണം. പ്രാണനെ പോലെ കെട്ടിപ്പറഞ്ഞുകൊണ്ട് വന്നതാ. എത്ര ശ്രമിച്ചിട്ടും കഴിയണില്ല ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ. കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിപ്പോയില്ല എന്റെ ജീവിതം. മുറുകെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കൈവിട്ടു പോകുക നന്മകളൊക്കെ. ഈ കിരാതമൂർത്തിയുടെ തലയിൽ എഴുത്തി വീഴാൻ പ്രാർത്ഥിച്ചോളൂ. അച്ഛന്റെ വാക്ക് ഫലിക്കാതിരിക്കില്ല. ദേവേട്ടോ, ഇതെന്തോന്ന് നട്ടച്ചക്ക് നീരാട്ട്? വിളിക്കാൻ അങ്ങനെ നേരവും കാലൊക്കെ ഉണ്ടോ സക്കറിയ? ആരാ പുതിയ പുള്ളി? നമസ്കാരം. ഒരാരാധകന, പേര് ചന്ദ്രഭാനു, തൃശ്ശൂര സ്വദേശം. ആളീ കാണുന്നവരൊന്നും അല്ല ദേവേട്ടാ. 10-32 ബസ്, പാഴ്സൽ സർവീസ്, 3-4 ബാറ്, ജുവലറി, എല്ലാറ്റിനും പുറമെ അന്നാട്ടുകര പൂര കമ്മിറ്റിയുടെ പ്രസിഡന്റുമാ. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. പിന്നെ ഒരു റിക്വസ്റ്റുമായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. ഒരു തായമ്പക വേണം അരനാട്ടുകര പൂരത്തിന്. അരനാട്ടുകര പൂരത്തിന് പല്ലാവൂർ ദേവനാരായണന്റെ തായമ്പക നടക്കില്ല സക്കറിയ. അറിയാം, കഴിഞ്ഞ തവണ പ്രശ്നം ഉണ്ടായത്. ഈ തവണ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിറയെ പോലീസുകാരെ നിർത്തിയിട്ടാ കുറെ പൂരം. പോലീസും പട്ടാളവും കാവല് നിന്നിട്ട് പല്ലാവൂർ ദേവനാരായണൻ കൊട്ടുകയെ. ഏത് അരനാട്ടുകാരക്കാരനാടോ താൻ? ദേവേട്ടാ, ഇതിന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാ, മേലാന്ന് പറയല്ലേ. ഇനി ഒരിക്കലും കയറി ചെല്ലില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു പൂരപ്പറമ്പാ അത്. അത് ദേവേട്ടാ, നീ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് പറയാ? ശരി, സമ്മതിച്ചിരിക്കണോ? പൊയ്ക്കോളൂ. അപ്പൊ അഡ്വാൻസ് അതൊക്കെ പിന്നീട് മതിയോ? അപ്പൊ എങ്ങനെയാ ദേവേട്ടാ വൈകിട്ട്? കുറച്ച് ദിവസത്തേക്ക് നിർത്തി പള്ളി പോയി പറഞ്ഞാൽ മതി. വിടത്തില്ല ഞാൻ. അപ്പൊ വൈകിട്ട് കാണാം. ആയിക്കോട്ടെ. ആള് ശുദ്ധനാട്ടാ. ഇഷ്ടല്ല അഞ്ഞിട്ടും സക്കറിയ പറഞ്ഞപ്പോ ആ പൂരത്തിന് ഏറ്റവും എന്തിനാ? മറന്നോ നീ? ഏറ്റുമാനൂർ അമ്പലത്തിൽ ഉത്സവത്തിന് കൊട്ടാൻ പോയ ആ രാത്രി ഒരു നിസ്സാര കാര്യത്തിന് നമ്മുടെ നേരെ വന്ന ജനങ്ങളെ മുഴുവൻ നേരിട്ട് ഇവനാ ഈ സക്കറിയ. അന്ന് ഇവനെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ രക്ഷിക്കാൻ. ആ കടപ്പാട് എനിക്ക് അവനോടുണ്ട്. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും.
ഉരുൾപൊട്ടൽ അല്ലായിരുന്നോ ചന്ദ്രഭാനു? ഉരുൾപൊട്ടൽ. തിരുവോപ്ര രാമപൊതുവാളും തൃത്താല കേശവനും ഒക്കെ മൺമറഞ്ഞതിന് ശേഷം ഇമ്മാതിരി ഒരു മേളം കേട്ടിട്ടില്ല ഞാൻ. ചന്ദ്രഭാനുവിന് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. ഇടഞ്ഞു കിടക്കണ കൊമ്പനെ കൊണ്ട കയറ്റി ഇടം പിടിപ്പിച്ചില്ലേ? ഇത് പ്രഭാമയി എന്റെ ഭാര്യ. ഇത്തിരി കലയടാസ്കിതൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ആരാധികയെ മുമ്പൊരിക്കൽ കണ്ടിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ ഒരു ഡെമോൺസ്ട്രേഷൻ വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, മോഹിനിയാട്ടം സ്റ്റുഡന്റ് ആയിട്ട്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ താലി കെട്ടി. ബിസിനസ്സുകാരന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ നിന്നു. ഇപ്പൊ സ്വസ്ഥം വീട്ടമ്മ. വീട്ടമ്മയായാൽ ഇതൊന്നും പാടില്ല എന്നൊരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. എന്നാലും അതൊരു പോരായ്മ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. വീട്ടമ്മയായിട്ടാണ് കഴിയുക, ആട്ടക്കാരികളായിട്ടാണ് കഴിയുക. അത് നികൃഷ്ട ചിന്താഗതിക്കാരനായ താങ്കളുടെ ശാസ്ത്ര. കുടുംബത്തിൽ പിറന്നവർക്ക് കല ഒരു അലങ്കാരം തന്നെ. അതാ അതിന്റെ ഒരു ശരി. അല്ല, എന്നാ പിന്നെ നമുക്കവിടെ മേലോട്ടിരിക്കുക. എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണേ. ആയിക്കോട്ടെ. ഒരു ആശിനി ദേവനാരായണന്റെ ഒരു കച്ചേരി കേട്ടാ കൊള്ളാന്നുണ്ട്. ഞാൻ ആര്? ചെമ്മാങ്കുടി ശ്രീനിവാസയ്യങ്കാരോ കച്ചേരി നടത്താൻ? ആ കച്ചേരിയല്ലെന്ന്, ഈ ഇടയ്ക്കൊക്കെ കുട്ടിപ്പാട് നടത്തുന്ന ഒരു കച്ചേരിയില്ലേ? ഈ ഇടയങ്ങാണ്ട് തൃപ്പൂണിത്തുറയില് ദേവൻ അങ്ങനെ പാടുന്ന ഒരു പടം കണ്ടല്ലോ പത്രത്തില്. അത് പൂർണ്ണത്രയീശന്റെ മുമ്പില്, ഇത് കുന്നംകുളത്തുകാരൻ നസ്രാണിയുടെ മുമ്പില്. കലാകാരന്റെ ഒരു അധപ്പതനം നോക്കണേ. എന്നാലും നമ്മുടെ റപ്പായി മാപ്പയുടെ ഒരു മോഹല്ലേ ദേവേട്ട, ഒരു 2 വരി പാടുന്നേ. പ്രഭേ, ആ ഇടയ്ക്ക് നിർത്തി കൊടുത്തേ. ഓ, ഇനിയിപ്പോ റപ്പായി മാപ്പയുടെ മുമ്പില് പാടിയില്ലാതെ വേണ്ട. ആയിക്കോട്ടെ. സഞ്ചരരധര സുധാമധുരധ്വനി മുഖരിതമോഹന വംശം ചലിതദൃഗഞ്ചല ചഞ്ചലമൗലി കപോല വിലോലവതംസം രാസേ ഹരിമിക വിഹിത വിലാസം സ്മരതി മനോമമ കൃത പരിഹാസം. റപ്പായി മാപ്പിളയ്ക്ക് സന്തോഷമായോ? പൊന്നും കുരിശ് മുത്തപ്പനാണ്. സത്യം പറയാതെ വയ്യ, പാട്ടിനേക്കാൾ എനിക്ക് പിടിച്ചത് ഈ ഇടയ്ക്കയാ. കൈപുണ്യം എന്നല്ലാണ്ട് എന്ത് പറയാനാ? കൈപുണ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ ഒരു പയ്യനില്ലേ, എന്താ അവന്റെ പേര്? ഏത് പയ്യൻ? ടിവിയിലൊക്കെ നമ്മൾ തേയിലേരെ പരസ്യത്തിൽ കാണാറില്ലേ? താടി മീശൊക്കെ പഠിച്ച് മുടി നീട്ടി ജുബിട്ടൊരാള്. സാക്കിർ ഹുസൈൻ. അവൻ തന്നെ. എന്താ അവന്റെ ഒരു മൃദംഗ വായന എന്നും പറഞ്ഞു. മിണ്ടാലിടോ, മൃദംഗല്ല തബല. എന്ത് തവളെങ്കിലും ആവട്ടെ, അവന്റെയൊക്കെ മുമ്പില് ഈ ഇടയ്ക്ക വെറും മാക്രിപ്പെട്ടിയാ. മാക്രിപ്പെട്ടി എന്താണോ പറഞ്ഞതാൻ? കച്ചവടം നടത്തി സമ്പാദിച്ചിട്ടില്ലേ? അതിന് അമേദ്യമായി കഴിച്ച് മിണ്ടാടിക്കുക. ആഭാസം പറഞ്ഞാണ്ടല്ലോ ചവിട്ടി എന്നോട് വന്ന പത്തോട്ട് തുടങ്ങിയാ ചൊറിയാ. അല്ലേ താൻ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ? എവിടെ നിർത്തി പുഴുന്ന പറ്റിയെ? സംഗീതത്തെ പറ്റി പറയുന്ന ആരായി വന്നെ? ദേവേട്ട, ക്ഷമിക്കണം, ഞാൻ മാപ്പ് പറയാം. ഞാൻ പോണു. പോകരുത്. ആയതുകൊണ്ട് ഏൽക്കണില്ല. നമുക്ക് നാടനടിക്കാടാ, അത് ശരിയാവുള്ളൂ. എവിടേക്കാ പോണത് ദേവേട്ട? കേക്കണോ നിന്റെ 7-ാം ഇടത്തിന്റെ പുരാണം? അടക്കാൻ വയ്യാതെ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ് അവള്. തുടക്കത്തിൽ കുറച്ച് ബഹുമാനം തോന്നിയിരുന്നു, ഒരു കലാകാരിയല്ലേ എന്ന് വിചാരിച്ചു.
ഏതാട്ടാണ് അവള് പഠിച്ചേ? ദൈവദത്തമായ മോഹിനിയാട്ടമോ അതോ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നീലവെളിച്ചത്തിൽ തുണിയുരിച്ചാടുന്ന കൂത്തുചേട്ടോ? ദേവേട്ട, അവളെ മെരുക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അച്ചാൽ വല്ല കണ്ടാമൃഗത്തിനെയും വാങ്ങി വീട്ടിൽ വളർത്തുക. വേണം പോവാ. ഭക്ഷണം നിന്റെ ഇതവിടെ വെച്ചേക്കട്ടോ, ഒന്നും തോന്നരുത്. നാശം, ഈ വിറകച്ച കത്തുമില്ല. ആശാനെ, ആശാനെ, ആശ ഇല്ലേ ഇവിടെ? ഇല്ല. അച്ഛനിവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ അച്ഛനെ കാണാൻ വന്നതല്ല. അപ്പോ നീ ബാംഗ്ലൂരിലേക്ക് വരുന്നില്ല? ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? വാശി പിടിക്കല്ലേ. സക്രിയ കൊണ്ടുപോണോന്ന് വിചാരിച്ചാ കൊണ്ടുപോകും. അങ്ങനെ പറഞ്ഞത് കിടന്നു തുള്ളാതെ പെണ്ണേ. നീ ആര്? ശീലാവതിയാ? അയ്യോ, 6 കുത്തുകേസിൽ അഴിയെണ്ണി കിടന്നവനാ ഞാൻ. അതും പുൽപ്പള്ളിയിലെയും പാലായിലെയും ആൺകുട്ടികളോട് കളിച്ചിട്ട് മീൻ വെട്ടണ കത്തി കാണിച്ച് വേറെ പെണ്ണേ. കിഴവനാണെന്ന് നോക്കിയല്ല ഞാൻ. മഹാപ്പഴയ സക്രിയ. ഇവിടെ ആരും ഇല്ലേ? ഗുരുനാഥ, ഗുരുനാഥ. ആശാനെ, എന്താ മണി? സക്കറിയ വന്നിരുന്നു. ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോളെ. നിന്റെ വലം കൈയല്ലേ അവൻ? വേണ്ടായിരുന്നു ദേവാ ഇങ്ങനെ ഒരു ലക്ഷണ. എന്റെ കർത്താവ്, ഇതാര്? ദേവേട്ടനാ? കൂടെ നിന്നിട്ടുണ്ട് ചില തമാശകൾക്കൊക്കെ. എന്റെ പെങ്ങളെയാ നീ കയറി പിടിച്ചത്. മനസ്സിലൊരു ഈശ്വര വിഗ്രഹം പോലെ കൊണ്ടുനടന്ന എന്റെ ആശാനെയാ നീ വെച്ചേക്കില്ലടാ നിന്റെ കയ്യും കാലും.
നീ എന്നടാ പറഞ്ഞേ? എന്റെ കൈയും കാലും വെച്ചേക്കില്ലെന്നോ? നിനക്ക് കൈ വേണ്ട. മോഹനേശൻ, ദേവന്റെ കൈയിന് ശരിപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്രയും വേഗം അതിനെ മുറിച്ചു മാറ്റിയ നിവൃത്തിയുള്ളൂ. എന്റെ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിവെച്ചാ പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ഐ എം ഹെൽപ്ലെസ്. ദേവനെ കൊണ്ട് ചില പേപ്പേഴ്സ് ഒക്കെ ഒപ്പിടിച്ച് മേടിക്കാനുണ്ട്. വിത്തൗട്ട് ഹിസ് കൺസെന്റ് ഐ കാൻ ഡു എനിത്തിങ്. ആരാ എന്റെ കുട്ടിയോട് പറയാ? എനിക്കാവില്ല എന്റെ മോനേശ്വരൻ. നിങ്ങൾ ആരെങ്കിലും പറയുമോ? ആശാനെ, ദേവാ, ഗുരുനാഥ, എന്റെ കൈക്ക് എന്താ പറ്റി? സത്യം പറയും. എന്താ ആശാനൊന്നും മിണ്ടാത്തെ? നീ ആ ഡോക്ടറുടെ കടലാസിൽ ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം. എന്തിന്? വേറെ വഴിയില്ലെന്നാ പറയണേ. ആശാനെ, എന്റെ കയ്യ് മുറിക്കേണ്ടി വരും. എന്താ പറഞ്ഞേ? എന്തായി കാണുന്നു? എന്റെ കയ്യെ മുറിക്കേണ്ടി വരിക? അതിലും ഭേദം എന്നെ അങ്ങോട്ട് കൊന്നുകളയല്ലേ ആശാനെ? ദേവ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ആയുർവേദ ആചാര്യൻ ധന്വന്തരി മൂർത്തി മരിച്ചിട്ടില്ല. ഇപ്പോഴൊരു മനുഷ്യാവതാരം കൊണ്ട് ജീവിച്ചിരിപ്പുണ്ട് മേഴത്തൂർ മഠത്തിൽ. ഒന്ന് പോയാലോ ദേവ? പോവാ മോനേട്ട. ഈ കൈ എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ഞാൻ വരാം. ഏത് മേഴത്തൂരിക്കും. സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഞങ്ങൾ കുറെ ദൂരേന്നാ. തിരുമേനെ ഒന്ന് കാണണം അത്യാവശ്യമായിട്ട്. എന്താ കാര്യം? ഒരു രോഗിയും കൊണ്ടുവന്നതാ. ചൊവ്വയും വെള്ളിയും തിരുമേനി രോഗികളെ പരിശോധിക്കില്ല. മടങ്ങി പൊക്കോളൂ. അയ്യോ, അങ്ങനെ പറയരുത്. അത്യാസന്റെ നിലയിൽപ്പെട്ട ഒരാളെ വണ്ടി കിടക്കണം. അത്ര അത്യാസന്ന നിലയിലുള്ള ആളാച്ചാ ഞാൻ പരിശോധിക്കാം. എന്താ? നമ്മളാരെ മനസ്സിലായില്ല. എന്നെ പറ്റി കേട്ടിട്ടില്ല? മാനവേദൻ നമ്പൂരി മേഴത്തൂർ മടന്ന് കേട്ടിട്ടില്ല. എന്നാ കേട്ടോളൂ. മേഴത്തൂർ പരമേശ്വരൻ നമ്പൂരിയുടെ പ്രഥമ ശിഷ്യനും വലം കയ്യുമാണ് ഈ ഞാൻ. സംസാരിച്ച് നിൽക്കാൻ നേരല്ല സഹോദര. ഒരാൾ മരണവേദനയും സഹിച്ച് കിടക്കാണ് വണ്ടിയിൽ. നിങ്ങളോടൊക്കെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? തിരുമേനി ഇന്ന് രോഗികളെ പരിശോധിക്കില്ല എന്ന്. കുഴപ്പമുണ്ടാക്കാനല്ല നമ്മൾ വന്നത്. നമുക്ക് തിരുമേനിയെ കാണാം. തിരുമേനി വന്നിരിക്കുന്നു. തിരുമേനി, ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് വരിക അപകടത്തിൽപ്പെട്ട ഒരാളെയും കൊണ്ട്. ഇന്ന് പറ്റില്ല. പൊക്കോളൂ. കാല് പിടിക്കാൻ തിരുമേനി ഞങ്ങള് മടക്കി അയക്കരുത്. മഹാനായ ഒരു കലാകാരനും കൊണ്ടാ ഞങ്ങൾ വന്നിരിക്കണേ. ആരാണ്ടോ ആ മഹാൻ? പല്ലാവൂർ ദേവനാരായണൻ. പല്ലാവൂർ ദേവനാരായണനോ? എവിടെ? വേണ്ട, ഉണർത്തണ്ട. കൈ മുറിക്കണമെന്ന് പറഞ്ഞപ്പോ ഈശ്വരൻ തോന്നിച്ചത് അങ്ങോട്ട് കൊണ്ടുവരാൻ. കൈ മുറിക്കേ? ഏത് മഹാഭാവിയാണോ പറഞ്ഞത്? താളകലയുടെ പ്രജാപതിക്ക് വജ്രായത് എന്താണോ? കയ്യ്.
മേഴത്തൂർ രുദ്രധന്വന്തരി കടാക്ഷിച്ചാൽ 21 ദിവസത്തെ ചികിത്സ കൊണ്ട് രോഗം മാറ്റി 10 നാഴിക നേരം ഈ വീട്ടുമുറ്റത്ത് നിർത്തി തായമ്പക പൊട്ടിച്ചിട്ട് ഈ മഹാത്മാവിനെ ഞാൻ മടക്കി അയക്കും. ബ്രഹ്മദത്ത, ആ ചാർത്ത് എഴുതരാം. ഔഷധപ്പരയിൽ കഷായങ്ങളും എണ്ണയും കുഴമ്പും ഒക്കെ തയ്യാറാവട്ടെ. എല്ലാത്തിനും ബ്രഹ്മദത്തിന്റെ ഒരു ശ്രദ്ധ വേണം. ആ മനവേദ, തെക്കേ പടിപ്പുര ഒരുങ്ങട്ടെ ഈ പല്ലാവൂരപ്പന്. അഷ്ടദിക്കും കൊട്ടി തകർക്കുന്ന ഈ താണ്ഡവമൂർത്തിക്ക് എന്താ ദേവനാരായണന്റെ നക്ഷത്രം? വിശാഖം. വിശാഖം. മാനവേദ, സുധർമ്മനോട് പറഞ്ഞ് മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂർ ദേവനാരായണന്റെ പേരില് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തണം വിശാഖ നക്ഷത്രത്തില്. ആ സഹായിയായിട്ട് ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാ മതി. പല്ലാവൂർ ദേവനാരായണൻ ഒരു രോഗിയായിട്ടല്ല, ഒരു അതിഥിയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കണേ. അതൊക്കെ ഇറക്കി ആ പടിപ്പുരയിലേക്ക് കിടത്തിക്കോളൂ. ഒരു കാര്യം പറഞ്ഞാ തെറ്റാവോന്നൊരു പേടി. പറഞ്ഞോളൂ. എനിക്കും തിരുമേനിയെ പോലെ ഒരു വലിയ വൈദ്യരാകണം. മുന്നിൽ വന്നിരിക്കുന്ന രോഗികളെയൊക്കെ ചികിത്സിച്ച് രോഗം മാറ്റി ഒരു ദിവസമെങ്കിലും എനിക്കൊരു വൈദ്യരാകണം. മാനവേദ, ആയുർവേദം എന്ന് പറഞ്ഞ ഒരു ശാസ്ത്ര, അത് പഠിക്കാൻ വിവേക ബുദ്ധി വേണമല്ലോ. ഈശ്വര സഹായിച്ചിട്ട് അത് തീരെ ഇല്ലാലോ നിനക്ക്. ശിവ ശിവ, ഇതായിപ്പോ നന്നായ. എന്താ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. ശരീരാസകലം നല്ല വേദനയുണ്ട്. ഒരിക്കലും വീഴാത്തതിലല്ല ദേവാമഹത്വം, വീഴുമ്പോഴൊക്കെ എഴുന്നേക്കുന്നതിലാണ്. ഹൃദയം ചൂണ്ടിക്കാണിച്ച വഴിക്ക് എത്രയും കാലം നടന്നു. ധർമാധർമ്മ വിചാരം നടത്തിയിട്ടില്ല. അതിന്റെ ശിക്ഷ ഇതാണെങ്കിൽ അനുഭവിക്കാന്നെ. കിടന്നോളൂ, പുലർച്ചയ്ക്ക് എഴുന്നേക്കാനുള്ളതാ. കുമാര, എന്തൊരു തേജസ്സാണ് നമുക്ക്. ആലങ്കോടം പറഞ്ഞത് ശരി തന്നെ. രുദ്രധന്വന്തരി മൂർത്തി തന്നെ. നീ ആ കടങ്ങളടക്കി കിടന്നു നോക്കാം. ശിവ ശിവ, പിടിക്കാതെ. ആരുമില്ലേ എഴുന്നേറ്റ് പിടിക്കാൻ? ഇതെന്റെ വിധിയാ. ആയുഷ്കാലം മുഴുവൻ സൽക്കർമ്മങ്ങളെ ചെയ്യുമെന്ന് ശഠിച്ച എന്റെ വിധി. എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ അനാഥത്തെ അനുഭവിക്കുക. ഭാര്യ നേരത്തെ മരിച്ചു. ഒരു സന്നിപാതജ്വരം ഉണ്ടായിരുന്ന ഒരേ ഒരു മകളെ കൊണ്ടുപോയി. പോകുമ്പോ എന്റെ മോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ മുത്ത ഈ സീതാലക്ഷ്മി. ദുഃഖം എന്താണെന്നറിയാണ്ട ഞാൻ അവളെ വളർത്തിയത്. ദേവനറിയോ, വിദുഷിയാണ് അവള്. സംഗീതം, സാഹിത്യം, നൃത്തം എല്ലാം എന്റെ കുട്ടിക്കറിയാം. എന്തുണ്ടായിട്ടെന്താ ഫലം? ഇടയ്ക്കിടയ്ക്കൊരു വിഭ്രമം, മനസ്സിന്റെ ഒരു താളം തെറ്റല്. അതോടെ എല്ലാം കൈവിട്ടു പോകുമോ? ചികിത്സയൊന്നും അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതയിലും ഇത്ര സങ്കീർണമായ രോഗത്തെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നുമില്ല. തോറ്റുപോടൂ ദേവനാരായണ ഞാൻ അവളുടെ ചിത്തഭ്രമത്തിന്റെ മുന്നിൽ. മഹാനായ അങ്ങ് തോറ്റുപോവേ. ജഗദീശ്വരന്റെ മുന്നില് ഈ ഞാൻ ആര് ദേവനാരായണ? എങ്ങനെയുണ്ട്? നസ്യം ചെയ്തോ? നാ സുഖമായിട്ട് ഉറങ്ങട്ടെ. പ്രളയം കഴിഞ്ഞുണരുന്നൊരു പ്രപഞ്ചം പോലെ എല്ലാ ഊർജവും ആവാഹിച്ചായിരിക്കും നാളെ അവൾ ഉണരാൻ പോണത്. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കാനുള്ളതാ. ദേവം പോയി കിടന്നോളൂ. प्रत्यक्षं ब्रह्म वदिष्यामि, व्रतं वदिष्यामि, सत्यं वदिष्यामि, तन्मामवतु. കളരി അഭ്യസിച്ചിട്ടുണ്ടോ നിങ്ങള്? അല്ല, ശരീരത്തിന്റെ ഒരു കിടപ്പ് കണ്ടിട്ട് ചോദിച്ചതാ.
ഭഗവതി, ഇനി ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാം. ദേവനാരായണന്റെ മേഴത്തൂർ ഭഗവതി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ധൈര്യമായിട്ട് വരിക. എവിടേക്കാ? ഞാനും കൂടി. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. ആയിക്കോട്ടെ. ആ വരിക. അമ്മേ, ഇരിക്കുക. ആദ്യം ഈ ജീർണ വസ്ത്രം അങ്ങോട്ട് അയച്ചു മാറ്റാം. മാനവേദ, കണ്ണടച്ചോളൂട്ടോ. താനെന്താടോ വെടികൊണ്ട കഴുകനെ പോലെ നടക്കണേ? അല്ല, അതാരാ അവിടെ നൃത്തം ചെയ്തേ? കലാമണ്ഡലം പാറക്കുട്ടിയമ്മ. അങ്ങനെ വരട്ടെ, ആ താളം കേട്ടപ്പോഴേ തോന്നി. എന്താ കാണണോ എനിക്ക്? ഏയ്, വെറുതെ ചോദിച്ചു. ഇവിടെ അങ്ങനെ വെറുതെ ഓരോ വീട്ടുകാരങ്ങൾ ചോദിക്കണ്ട. ചോദിക്കാൻ പാടില്ലല്ലേ? പിന്നെ അത്ര നിർബന്ധാച്ചാ പറയാം. അത് ഇവിടത്തെ കുഞ്ഞ സീതാലക്ഷ്മി. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ആ കുട്ടിയല്ലേ? അതൊന്നും അവിടെ ഒരു വിഷയമല്ല. ഇന്നലെ ഉന്മാദം, ഇന്ന് നൃത്തം, നാളെ ഹരികഥാ കാലക്ഷേപം. ഓരോ ദിവസവും ഓരോ പ്രകൃത. ഇനിയിപ്പോ മേഴത്തൂർ മഠം തലകീഴായി നിന്നും തന്നെ ഇങ്ങോട്ട് വിചാരിക്കുക. നിർത്തില്ല ആ കുട്ടി നൃത്ത സാധകം. ഇതങ്ങോട്ട് സേവിക്കില്ല. രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളെ കഷായം സേവിക്കണോ? തനിക്കല്ലടോ ശുംഭ, ദേവനാരായണൻ എവിടുന്ന് കിട്ടിയ ആ മഹാമനുഷ്യൻ ഇങ്ങനെ ഒരു വിദ്യയെ? അതെങ്ങനെയാ തിരുമേനി? ഏത് കാലത്തും ഏത് മഹാപണ്ഡിതന്റെയും കൂടെ ഒരു വിധി ഉണ്ടാവും. ഉണ്ടാവുമല്ലോ. ഇവിടെ വൈദ്യമഠം തിരുമേനിയുടെ കൂടെ താങ്കളില്ലേ? അതുപോലെ തന്നെ. ഭരതമുനി മനസ്സിൽ കണ്ടത് സീതാലക്ഷ്മി മുദ്രയും ആവാഹിക്ക. ലക്ഷണശാസ്ത്രം ഇത്ര വിദഗ്ധമായിട്ട് പ്രയോഗിക്കുന്ന മറ്റൊരു കുട്ടി എന്റെ ശിഷ്യഗണത്തിൽ ഇല്ല. ക്ഷീണമുണ്ടോ എന്റെ കുട്ടിക്ക്? ഇല്ല ഉപ്പോളെ, ഇത് ആദ്യമായിട്ടാണോ ഞാൻ? വയ്യാണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുള്ള വിചാരം ഇല്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? വെറുതെ ഇരിക്കുമ്പോഴാ എനിക്ക് വയ്യായ്ക്ക് തോന്നാ. എന്താ ഇങ്ങനെ നോക്കണേ? മേഴത്തൂർ ഭഗവതിയെ നോക്കിക്കാണായിരുന്നു. ചോദിച്ചോളൂ, എന്തുവരാ വേണ്ടത്? ഇന്നലെ ഉറഞ്ഞു തുള്ളുമ്പോ ചോദിക്കായിരുന്നില്ലേ? ആ രൗദ്രഭാവം കണ്ടപ്പോ പേടിച്ചു പോയി. സമയാവട്ടെ, വരം ചോദിച്ചു വാങ്ങും ഞാൻ. പാരമ്പര്യമായിട്ട് മേഴത്തൂർ മഠത്തിനൊരു സൽപ്പേരുണ്ട്. അത് പോരെ ബ്രഹ്മദത്ത? പോരാഞ്ഞിട്ടല്ല വല്ലുമാമേ. ഹരി ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ. ഹരി ആള് നിന്റെ അളിയനൊക്കെ തന്നെയാ, പക്ഷെ അവന് വട്ട. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? ബ്രഹ്മദത്തൻ ചില പ്രോജക്റ്റുകളെ കുറിച്ച് പറയായിരുന്നു.
ഈ സായിപ്പന്മാര് ചാടി വീഴുന്ന പരിപാടികളത്രേ. അയ്യോ, സായിപ്പന്മാരെ ചാടിക്ക, വീഴ്ത്തുക, പിന്നെ ചികിത്സിക്ക, അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ ഏട്ടാ? മുത്തശ്ശ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ എന്റെ പരാക്രമം? ആരെങ്കിലും ഉപദ്രവിച്ചോ ഞാൻ? എന്റെ മോള് ആരും ഉപദ്രവിച്ചിട്ടില്ല. കണ്ടോ, നീ ഒരു ഒറ്റക്കൊമ്പന് തെക്കേ പടിപ്പുരയിലെ ഓപ്പോൾ പറഞ്ഞു. പരിചയപ്പെടണ്ടേ നിനക്ക്? വഴിന്ന് മാറുക. പ്രാതലായിരിക്കും അല്ലേ? അല്ല, നല്ല പാലട പ്രഥമനാ. എന്താ കഴിക്കില്ലേ? ഇത് ദേവനാരായണുള്ളതാ. താ അടുക്കളപ്പുറത്തോട്ട് ചെല്ലുക. അതിഥികളെ അപമാനിക്കരുത് തിരുമേനി. ദേവേട്ടന്റെ അത്രയ്ക്കില്ലെങ്കിലും ഞാനും ഒരു കലാകാരനാ. കലാകാരന്മാരെ തീറ്റിപ്പോറ്റാൻ ഇതെന്താ സ്വാതിരുന്നാളുടെ കൊട്ടാര? അവിടെ അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഈ കൊട്ടാരം എവിടെ ആയിട്ട് വരും തിരുമേനി? താനെന്നെ പരിഹസിക്കുക? ഏയ്, ഞാൻ ബുദ്ധിയുള്ളവരെ മാത്രമേ പരിഹസിക്കാറുള്ളൂ. അത് തന്റെ ഗുരുത്വം. ഇത് അകത്തോട്ട് കൊണ്ടു കൊടുക്കുക. അദ്ദേഹം ഉറങ്ങാണ്, ഉണരുമ്പോ കൊടുത്തോളാം. ആര് നക്കരുത്. ഓ, എന്ന് നല്ല ഉറക്കാണല്ലോ. വിളിച്ചാലോ? വേണ്ട, വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്നുറങ്ങില്ല. പൂരവും പഞ്ചവാദ്യം തകിലടിയും താലപ്പൊലിയും ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് പൊറുതിയാക്കിയാലും തോന്നുക ഇതൊക്കെ കാണുമ്പോ. കുഴമ്പ് തേച്ചുള്ള കുളി, നെയ്യിട്ട കുത്തിരിക്കഞ്ഞി, ഉപ്പിലിട്ട മാങ്ങ. 2 കാര്യത്തിന്റെ കുറവേ ഇവിടെ ഉള്ളൂ. 1 എന്റെ അമ്മിണി, 2 ഇത്തിരി മീൻകറി. ഒരു ലേശം കോഴിയിറച്ചും കൂടി ആയാലോ? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അതാരാ ചോദിച്ചത്? മഠമല്ലേ? അശരീരിയാവും. അശരീരല്ല, ഞാനാ ചോദിച്ചേ. വല്ലാതെ വിശന്നോണ്ട് എടുക്കട്ടെ ദേവേട്ടന്? വിശപ്പില്ല, നീ കഴിച്ചോളൂ. പല്ലാവൂർ ദേവനാരായണൻ അല്ലേ? കേട്ടിട്ടുണ്ട് ഒരുപാട്. മദ്യപാനി, തെമ്മാടി, സ്ത്രീലമ്പടൻ. ഇടം കൈ ശുദ്ധിയില്ലാത്ത, സാത്വിക ഭാവമില്ലാത്ത, സ്വന്തമായൊരു മേളം മെനഞ്ഞെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത താങ്കൾക്ക് ആരാണ് ഹേ താളവാദ്യ കലയുടെ കുലപതി എന്ന പട്ടം ചാർത്തി തന്നത്? ലജ്ജയില്ലേ നിങ്ങൾക്ക് ആ പൊയ്ക്കിരീടവും വെച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ? ക്ഷമിക്ക, പറഞ്ഞതൊക്കെ നാട്ടിലെ അസൂയക്കാരും അജ്ഞന്മാരും ഒക്കെ താങ്കളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളാണ്. ഞാനതെന്തിനിവിടെ ആവർത്തിച്ചെന്ന് ചോദിച്ചാ, കേട്ടിട്ടുണ്ട് ക്ഷിപ്രകോപിയാണെന്ന്. ആ വീരരസം ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി മാത്രം. മാപ്പാക്കും. പറഞ്ഞത് നന്നായി. ഇന്നലെ രാത്രി കണ്ടതാണ് ഞാൻ നിന്റെ പ്രാണസങ്കടം മുഴുവൻ. കേട്ടതാണ് തിരുമേനിയിൽ നിന്ന് നിന്റെ കണ്ണീരിന്റെ പുരാണം. അതോർത്ത്, ആ ഒരൊറ്റ കാര്യം ഓർത്ത് സർവേശ്വരന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ക്ഷമിക്കുകയായിരുന്നു ഞാൻ. അല്ലെങ്കിൽ ഈ ഇടതുകൈ മതി നിന്റെ 32 പല്ലും തെറിപ്പിച്ച് ഈ മേഴത്തൂർ മഠത്തിന്റെ മേൽപ്പുര മൂടാൻ. വിരൽത്തുമ്പത്ത് മാത്രമല്ല, നാത്തുമ്പത്തും സരസ്വതി. കുറച്ചു നാളത്തേക്കാണെങ്കിലും ഈ മേഴത്തൂർ മഠത്തിൽ വന്ന് അവതരിച്ച് അനുഗ്രഹിച്ചതിന് നന്ദി.